അയ്യോ ഇതിന്റെ അടിയില് കാല് നോക്ക് ചെറുകിന്റെ അടിയില് അതിന്റെ ഒന്നുമില്ലല്ലോ പിന്നെ മാത്രണ്ട് അമ്മണ്ടല്ലോ ഫോട്ടോ സ്വത്ത് പോവുക ഞങ്ങളെ എക്സ്പോ കാണാൻ പോവാണ് കേട്ടാ ഗെയ്സ് അപ്പൊ പോയിക്കോ ബൈ അപ്പൊ ഓല് പോയിട്ടോ സ്കൂട്ടിയിലെ അടുത്ത സ്കൂട്ടിയില് ഞങ്ങള് കേട്ടോ ഹായ് ഗെയ്സ് അസ്സലാമലൈക്കും അപ്പോൾ ആ മണ്ണാർക്കാട് എക്സ്പോക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു എക്സ്പോ കൊല്ലത്ത് ഫസ്റ്റ് ടൈമും ആദ്യമായിട്ടുണ്ടാകുമ്പോൾ നമ്മൾ കൊല്ലത്ത് പോയി കണ്ടിട്ടുണ്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ട് അപ്പം നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മൾ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ പിന്നെ പെരുന്നാൾക്ക് വന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ തിക്കും തിരക്കാരനും വീഡിയോസും കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും അങ്ങോട്ട് എടുക്കാനും അങ്ങോട്ട് കിട്ടൂല പിന്നെ ഇങ്ങനെ ഒറ്റക്ക് നിന്നിട്ട് എടുക്കാനും അങ്ങോട്ട് കിട്ടത്തില്ല കേട്ടോ ആ ടൈമിൽ പിന്നെ നമ്മൾ ബ്ലർ നിൽക്കേണ്ട ഒരു മൊത്തത്തിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അതിന് വയ്യാതായിട്ടാണ് കേട്ടോ ഇങ്ങനെ ലേറ്റായത് ഞാൻ വന്നത് പക്ഷേ കൊല്ലത്ത് പോയി അവിടെ പോയി ഇത്രയും റിസ്ക് എടുത്ത് കണ്ട് നമ്മളെ നാട്ടിൽ വന്ന് നമുക്ക് കാണണ്ടേ അപ്പൊ നമുക്ക് കാണാം കേട്ടോ കിടക്കണ് മോള് ഓന്ത് പറയില്ലേ നിറം മാറണ ഓന്ത് അതാ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലോട്ട് വരുമ്പോൾ മീൻ്റെതും കുറച്ച് പാമ്പും അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ പക്ഷെ പാമ്പിനെ ഇതിലങ്ങോട്ട് പെടുത്തിയിട്ടില്ല കാരണം ഞാൻ അതങ്ങോട്ട് മീനങ്ങോട്ട് കണ്ടപ്പോഴത്തേന് എൻ്റെ കണ്ണങ്ങോട്ട് മഞ്ഞളിച്ചിട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു എക്സ്പോ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എവിടം പോയിട്ട് കണ്ടിട്ട് ആ ഒരു ആലപ്പുഴ പോയിട്ട് ബീച്ചിൽ പോയിട്ടാണ് ഈ ഒരു എക്സ്പോ ഞാൻ കണ്ടിട്ടില്ല ഭയങ്കര കാശും ഒരുപാടായിരുന്നു അവിടെ പക്ഷെ നമ്മൾ മണ്ണാർക്കാട് എത്തിയപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റൊക്കെ എത്രയെന്ന് അറിയോ 100 രൂപ കേട്ടോ 100 രൂപക്ക് എന്താ കിട്ടുക അല്ലേ അപ്പോൾ ഇതിലോട്ടും കയറി എൻജോയ്മെന്റ് ചെയ്യാൻ ഒത്തിരി സംഭവം ഉണ്ട് കേട്ടോ എനിക്ക് പറഞ്ഞാൽ ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല കേട്ടോ മിസ് ചെയ്യണ്ട കേട്ടോ എല്ലാവരും ഏപ്രിൽ ലാസ്റ്റ് ആണ് കേട്ടോ ഇത് ലാസ്റ്റ് ഡേ അപ്പൊ എല്ലാരും പോയി വിസിറ്റ് ചെയ്യാം കേട്ടോ കാശ് ഓവറാണ് കാശ് ഓവർ എവിടെ കാശ് ഓവർ നമ്മളെ മണ്ണാർക്കാട് വമ്പ ഓഫറിലാണ് കേട്ടോ 100 രൂപക്ക് ഇതിന്റെ ഉള്ളിലോട്ട് പോവുക ഇന്നത്തെ കാലത്ത് 100 രൂപക്ക് ഒരു മീൻ കിട്ടാൻ 1 കിലോ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ പക്ഷെ ഈ 100 രൂപക്ക് ഇതിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാമെന്നറിയോ കടലിന്റെ ഉള്ളിലൂടെ പോയിട്ട് നമ്മളെ പോലത്തെ മീനുകളെ കണ്ട് നമ്മളിനേക്കായും വലിയ മീനുകളെ വെടി കൂടി നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്യാം കേട്ടോ ആരും അടിച്ച് കാശ് ഓവറാണെന്ന് പറഞ്ഞ് പോലേ ഇത്രയും റേറ്റ് കമ്മിയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാനൊക്കെ 250 കൊടുത്തിട്ടാണ് ഡ്രീം വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് കൊല്ലത്ത് വന്നിട്ടുണ്ടായിരുന്നു കൊല്ലം ആലപ്പുഴ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ അത്രയും റേറ്റ് കൊടുത്ത് കയറിയിട്ടുണ്ട് പക്ഷേ അവിടെ എനിക്ക് ഇത്രയും എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇവിടെ ഭയങ്കര എൻജോയ്മെന്റ് അന്ന് അവിടെ റോബോട്ടിന്റെ ഐറ്റംസ് കാര്യങ്ങൾ ചിരിപ്പിക്കല് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ റോബോട്ട് കാര്യങ്ങളൊക്കെ നമ്മളെ പുറകെ പിന്നാലെ കൂടി നല്ലൊരു വൈബാണ് കേട്ടോ പിന്നെ നമുക്ക് ഗാനമേള അവിടെ ഗാനമേള ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ ഒത്തിരി രസമുണ്ട് കേട്ടോ കാണാൻ എല്ലാവരും പോയി ഒന്ന് വിസിറ്റ് ചെയ്യുക പറഞ്ഞറിയിക്കാൻ പറ്റൂല കണ്ടറിയണം എന്ന് പറയണില്ലേ കണ്ടാലുള്ളൂ അറിയുക പറഞ്ഞാലൊരിക്കലും അറിയില്ല കേട്ടോ അപ്പൊ എൻ്റെ അത്ര പോകുന്നൊരു മീൻ ഇതാ പോകുന്നുണ്ട് കേട്ടാ പക്ഷെ നമ്മളെ ക്യാമറയിൽ കുഞ്ഞു മീനായിട്ട് കാണും പക്ഷെ നേരിട്ട് കാണുമ്പോഴാണ് അനുഭവം കണ്ടാലറിയില്ല കണ്ടറിയണം പറയില്ലേ അതുപോലെ കണ്ടറിയാം കേട്ടോ നിങ്ങൾ എല്ലാരും പോയിട്ട് അവിടെ നിക്കടാ വലിയ സംഭവം മീനാണ് കേട്ടാ ഗെയ്സ് അടിപൊളി മീനാണ്
അപ്പുറത്തേക്ക് പോവുക. അങ്ങനെ ഫിഷിന്റെ ഭാഗത്തുനിന്ന് പുറകിലോട്ട് വന്നപ്പോൾ 2 മീൻ കേട്ടോ, മത്സ്യക്കന്യകകള്. എനിക്ക് ആ ബ്ലാക്കിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങള് നല്ലോണം കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. മറ്റേത് അങ്ങനെ കെയർ ചെയ്യണില്ല ഞങ്ങളെ. അപ്പൊ അതിന് എനിക്ക് വല്ലാതെ അങ്ങോട്ട് പറ്റിയില്ല. പക്ഷെ ആ ഒരു സുന്ദരി പെണ്ണിന് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ഇഷ്ടം കേട്ടോ. കാരണം ഞങ്ങളെ എരുത്തുനിന്ന് സ്വത്തുവിനെ കളിപ്പിക്കാനൊക്കെ ഭയങ്കര ഒരു മിടുക്കി കുട്ടി എന്ന് പറയാ. ഒരു എന്താ പറയാ, നമ്മളോട് മറ്റേത് അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴും കൂടി മൈൻഡ് ആട്ടണില്ല. അങ്ങനത്തെ സ്വഭാവം കേട്ടോ. ഇവിടെയും ഞാൻ കുറ്റം കണ്ടുപിടിച്ചിട്ടു ഗേസ്. അങ്ങനെ മത്സ്യക്കന്യക അവിടെ സുന്ദരി പെണ്ണിനെ കാണാൻ തന്നെ ഇതിന് തന്നെ കൊടുക്കണം 500 രൂപ ഇങ്ങനെ കാണാൻ. അത്രയാണ് കേട്ടോ. അത്രയും ഒരു എൻജോയ്മെന്റ് ഉണ്ട് ആ ഒരു മീനിനെ കാണുമ്പോൾ. അടുത്ത് ചെന്ന് കാണുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ അങ്ങനെ റോബോട്ടിന്റെ അവിടെ ചെന്ന് റോബോട്ട് ഞങ്ങളെ പിന്നാലെ കൂടുക. കാരണം സ്വത്തും അങ്ങോട്ട് മേലെ കയറിയിരുന്നു എൻ്റെ ഒക്കത്തെ. പിന്നെ എനിക്ക് ഓനെടുത്താൽ എനിക്ക് നടക്കാൻ വയ്യോ. എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് തന്നെ നടക്കാൻ പ്രയാസമല്ലേ. അപ്പോൾ ഓനെടുത്തെങ്ങാണ്ട് പിന്നെ ഞാൻ അവിടുന്ന് അങ്ങനെ അപ്പുറത്ത് വന്ന കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് കേട്ടോ. വേണ്ടവർക്ക് മേടിക്കാം, വേണ്ടാത്തവർക്ക് മേടിക്കേണ്ട, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എക്സ്പോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, കുറേ സാധനങ്ങൾ സംഭവങ്ങൾ ഉണ്ടാവും പർച്ചേസ് ചെയ്യാം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാ വന്നേ. നോക്ക് അത് കറങ്ങണ നൊട്ടമലല്ല, ഇതിന്റെ മേലല്ലേ കണ്ണുമ്പാനായിട്ട് കേറണ്ടേലും. അങ്ങനെ മോള് വന്നപ്പോ തന്നെ ആ ഒരു കുന്തം നിക്കണില്ല, നീളത്തില് മേലേക്ക് ആകാശത്തോട്ട് നിക്കണില്ലേ, അതില് കയറുന്നതിലൊരു വാശിയിലാണ് ഓള് അവിടെ നിക്കണേ കേട്ടോ. ഞാനും ഓള് അന്ന് ആ തോണി മാതിരി കയറിട്ട് തന്നെ കണ്ണ് ചിമ്പി കുത്തിരിക്കായിരുന്നു. അപ്പൊ ഇതില് കയറണ്ടെന്ന് പറഞ്ഞപ്പോ ഓള് സങ്കടപ്പെടുന്നു കേട്ടോ. അപ്പൊ ഓൾക്ക് പേടിയും കൊണ്ട് സങ്കടപ്പെടണ സമ്പത്തി കയറണ്ടെന്ന് പറഞ്ഞപ്പോ ഓൾക്ക് സങ്കടമാകാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഓളെ സങ്കടത്തിന് അങ്ങോട്ട് എതിരെ നിന്നില്ല. ഓൾ അങ്ങോട്ട് കയറ്റാൻ പോയി. കാരണം ഓൾക്കൊരു വാക്ക് കൊടുത്തിട്ടോ. കാര്യമാണെങ്കിൽ ഇനി ജന്മത്തിൽ ഒരു ഇതിലും കയറ്റാൻ ഞാൻ സമ്മതിക്കൂല എന്നും പറഞ്ഞങ്ങാണ്ട് ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ ഞങ്ങള്. കാരണം ഓള് അങ്ങനത്തെ ഒരു കരച്ചിലായിരിക്കും. ഹലോ ഗൈസ്, നിങ്ങള് കേറാൻ പോണ സംഭവം ഇതിലാണ് കേട്ടോ. അപ്പൊ ഓള് കേറിയിട്ട് അതിൽ മുട്ടിടുന്ന കാണാനാണ് ഞാനിവിടെ വീഡിയോസ് ആയിട്ട് ക്യാമറയായിട്ട് ഓപ്പൺ ചെയ്ത് കുത്തിരിക്കണത്. പോയിട്ട് അന്ന് അമ്പങ്കുന്ന് നേരത്തേക്ക് പോയതാണ്. വേണ്ട മുത്തേ കണ്ണ് ചിമ്പാൻ പോണ്ട പറഞ്ഞിട്ട് പോയോണ്ടേ ഇരിക്കാണ്. ഈ ഒറ്റക്കുള്ളൂ, അങ്ങനെയൊന്നും വരും. നീ ഒറ്റക്ക് പോയിട്ട് വാ. ആ സ്വത്ത് വേണ്ടട്ടാ. അതോ അത് പേടിയാണ്. ഓളൊറ്റക്ക് പോട്ടെ. അത് അവര് പോണുണ്ട്. ചെല്ലേ ആ പൈസ ഇവിടെ പേ ചെയ്യും. എത്ര ഒരാൾക്ക് കേറിക്കും കൊടുക്ക കേറിക്കും. സത്യമായിട്ട് നീ കറിയില്ലല്ലോ, ഉറപ്പല്ലേ? വാങ്ങല്ലേ? ധൈര്യം ഉണ്ടോ അല്ലേ? കോണിയില് ധൈര്യമല്ല, നേർച്ചക്ക് പോയിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു. ധൈര്യം ഉണ്ടോ ഇല്ലേ? ആകാശത്ത് പോണതാണ് കണ്ടാ. ഇതില് കയറാനാണ് ഇവള് വാശി പിടിക്കണേ കണ്ടാ. അവള് കരയണ നിങ്ങക്ക് കാണിച്ചു തരാം കേസ്. ഉറപ്പാണെങ്കിൽ എടുത്താൽ കരയാൻ പോവല്ലേ. ഓളെ മുഖം അന്നെ എന്തായാലും ഇത് വീഡിയോസ് ഞാനിടും. പിന്നെ ഇനി ഇതിൽ കരഞ്ഞിട്ട് കണ്ണ് മീച്ചാതിരുന്ന പിന്നെ ഒതിലുമില്ല. കണ്ണ് മീച്ചിട്ട് ആകാശത്ത് പോയി നോക്കണം കേട്ടാ. അവര് വരട്ടിട്ടോ എന്നിട്ട് കയറാ. എന്നാ വേണ്ട നെഞ്ചു ധൈര്യം വേണോ ഇവള്.
അപ്പോൾ ഒരു ധൈര്യത്തിന് ഇനി മേലാക്ക് ഒരു എക്സ്പോക്ക് പോയാലും ഒരു നേർച്ചക്ക് അങ്ങനത്തെ സംഭവങ്ങൾക്ക് പോയാൽ ഇതിൽ കയറ്റൂല പറഞ്ഞതും ഓള് ഉഷാറായിട്ട് ഒരു പേടിയില്ലാതെ ഓള് കണ്ണ് ചിമ്പാതെ കണ്ണ് മേച്ചിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ ഗെയ്സ്. അപ്പോൾ സമ്മതിക്കണം കേട്ടോ, കാരണം എനിക്കൊക്കെ പേടിയാണ് അതിൻ്റെ മേലെ പോണേ. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെതാ ഞങ്ങളിതാ ഈ ഒരു സംഭവത്തിൽ സ്വത്തും ഇതിൽ കാരണം പറഞ്ഞപ്പോൾ ഇത് കുട്ടികൾ ഇരിക്കുന്ന സംഭവമാണ്, പക്ഷേ പോത്തോള് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ മേലെ ഉള്ളത്. പക്ഷേ എന്തോ ഒരു പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ, അതിന് ബാക്കിൽ നിന്ന് തീ ഇങ്ങനെ കത്തിയിട്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെതാ ഇവിടെ ഭയങ്കര ഒരു പാട്ടും അങ്ങനെ സ്റ്റേജിൽ നമുക്കൊക്കെ പോയി ഇതാക്കുകയൊക്കെ ചെയ്യുക കേട്ടോ, കളിക്കുകയൊക്കെ ചെയ്യുക. പക്ഷെ നമ്മൾ നോക്കാനായിട്ട് ഒത്തിരി പേരുണ്ട്, കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ കയറി ചെയ്യായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പാട്ട് ഇതിലിടാത്ത ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എന്താ കോപ്പി റേറ്റോ എന്തോ വരൂലേ, അത് വരും. അതുകൊണ്ട് അത് ഇടുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ആ എൻട്രി ടൈം ഉണ്ടോ ഏപ്രിൽ എത്രയേ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ണിൽ കണ്ടെന്നുണ്ടെങ്കിൽ പറയും, എനിക്ക് കണ്ണിൽ 19-ാം തീയതിയോ 29-ാം തീയതിയോ കാണിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പൂതിയൊന്നുമില്ല. എൻ്റെ മോളും പോവാന്ന് പറഞ്ഞിട്ട് കുറ്റിച്ചൂളിനെ പോലെ ഇരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് പുറത്തിറങ്ങി. കണ്ടിട്ട് മനസ്സിലായോ? ഇപ്പൊ ഐസ്ക്രീം കൊണ്ടായില്ലേ ഇതിനെ? ഐസൊക്കെ മാറ്റിയോ? ഐസ്ക്രീം ആയോ? ഐസ് ഉണ്ടോ? പാലൈസ് ഉണ്ടോ? അങ്ങനെതാ ഞാൻ 25 കൊല്ലമായിട്ട് ഈ ഒരു ഇക്കാൻ്റെ ഐസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ 5-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലൊക്കെ 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്തെ ഐസിൻ്റെ വിളി കേട്ടിട്ട് ഞങ്ങൾ ഗേറ്റിങ് നോക്കി നിൽക്കുന്ന കാക്കയാണ്. പാവം നല്ലൊരു സ്വഭാവമുള്ളൊരു കാക്കയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിൻ്റെ സ്നേഹം. അത് ഒരൈസ് വാങ്ങി കൂടെ ഒരാൾ ഐസ് വാങ്ങാതെ നിൽക്കാൻ അയാൾക്ക് ഐസ് ഫ്രീ ആയിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു സ്നേഹമാണ്. മക്കളോട് തന്നെ ഭയങ്കര ഒരു സ്നേഹമാണ് കേട്ടോ. ചെറുപ്പം കാലത്ത് തന്നെ ഐസ് വാങ്ങുമ്പോൾ ആ ഒരു കാക്ക എപ്പോഴും ഐസ് കച്ചവടമുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും എവിടെയെങ്കിലും വെച്ച് കാണാം. മണക്കാട് പരിസരത്ത് മേലാമ്പാടം ഭാഗത്തു കൂടി ഒക്കെ കാണുന്നുണ്ട്. ഒന്ന് വാങ്ങി സപ്പോർട്ട് ചെയ്യുക. പിന്നെ എക്സ്പോ കഴിഞ്ഞ് വരുന്നവരുണ്ടെങ്കിൽ ഈ ഇക്കാൻ്റെ നിന്ന് പരിചയപ്പെട്ട് ഐസ് വാങ്ങി കഴിക്കുക. കാരണം നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ ഒരു ഇക്ക. അപ്പം അങ്ങനെ ഞങ്ങൾ ഐസൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ 100 രൂപക്ക് വാങ്ങിട്ടോ. ഒരു ഐസിന് 10ഉം ഐസ്ക്രീമിന് 15ഉമാണ് ആ ഇക്കാൻ്റെ അടുത്ത്. അത് ഞങ്ങൾ രണ്ട് കഴിച്ചു കേട്ടോ. എനിക്ക് സേമിയ ഐസ് ഭയങ്കര പണ്ടേ ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്തൊക്കെ 25 പൈസയായിരുന്നു കേട്ടോ 4-ാം ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ. ഇപ്പോൾ ഇതിന് 10 രൂപയാണ് കേട്ടോ. അങ്ങനെ ഐസും വാങ്ങിച്ച് ഐസും കഴിച്ച് ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലോട്ട് കഴിക്കാനുള്ള ഫുഡ് പെരേക്ക് എത്തിയിട്ട് അവിടുന്ന് വാങ്ങിയാൽ പോരെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ അവിടെ തന്നെ ഓന് ഫോണിൽ കൂടെ തന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ നിന്ന് കേട്ടോ, മന്തിക്കട ഉണ്ട്, അത് കുന്തിപ്പുഴയാണ് കേട്ടോ മന്തിക്കട. അവിടുന്ന് ഓർഡർ ചെയ്ത ഫുഡ് വീട്ടിലേക്ക് എത്തി. അങ്ങനെ നല്ല എൻജോയ് ആയിട്ടോ. ഇത്രയും ഒരു നല്ലൊരു സന്തോഷം നമുക്ക് സന്തോഷമാണ്. എക്സ്പോക്കൊന്ന് പോയി അവിടെ നിന്ന് എൻജോയ്മെൻറ്റ് ചെയ്ത് വന്നാലേ അറിയൂ അതിൻ്റെ ഒരു സന്തോഷം കേട്ടോ. 100 രൂപയുള്ളൂ, എല്ലാവരും വിസിറ്റ് ചെയ്യാൻ മറക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിക്കണം കേട്ടോ ഗേസ്.